2 മാസം പിന്നിടുന്നു. പക്ഷേ സമരത്തീ ജ്വാല കെടാതെ ഒരു കൂട്ടം ആളുകളുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഈ സമരം. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരത്തിന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ അതവർ എടുത്ത് പറയുന്നുമുണ്ട്. എന്തായാലും നിരാഹാര സമരം ഈ ആഴ്ച 30-ാം ദിവസത്തിലേക്ക് കൂടി കടക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത്രമേൽ കടുപ്പിച്ചിട്ടും ഇത്രമേൽ ജനപിന്തുണ ലഭിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ മൗനത്തിൽ തന്നെ ഇപ്പോഴും? ഈ വനിതാ സമരങ്ങളോട്, സ്ത്രീ സമരങ്ങളോട് പിണറായി സർക്കാരിന് എന്തുകൊണ്ട് ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. ഏറ്റവും പ്രധാന ഉദാഹരണമായി എടുത്തു പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന 2 സമരങ്ങൾ. ഒന്ന് ആശാ വർക്കർമാരുടെ സമരം, മറ്റൊന്ന് വനിതാ PCEO ഉദ്യോഗാർത്ഥികളുടെ സമരം. എന്തായാലും ആശമാരുടെ സമരത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഇനിയും കേൾക്കാൻ സർക്കാർ അതേ രീതിയിൽ തന്നെ തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രശാന്ത്, എന്താണ് ഇനി അടുത്ത സമരമുറ? സമരം ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 സമരങ്ങൾ സർക്കാർ എതിരായി അല്ലെങ്കിൽ സർക്കാരിന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളുമായി 2 സമരങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഇവിടെ ആശാസമരമാണ് ഒന്ന്. ഈ ആശാസമരത്തോട് ആരംഭിച്ചത് മുതൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. സമരം ആരംഭിച്ചത് മുതൽ തന്നെ സർക്കാർ വെച്ചു പുലർത്തുന്ന നയം ഈ സമരക്കാർക്ക് എതിരാണ്. ഇന്ന് അത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ പിന്നിടുമ്പോഴും 60 ദിവസത്തിൽപ്പുറം പിന്നിടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഒരു അനുകൂല പ്രതികരണം ഇവിടെ നിന്നും ഉണ്ടാകുന്നുമില്ല. പലതവണ ചർച്ച നടന്നു. ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും അടക്കം ചർച്ച നടന്നു. പല രീതിയിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചു, പല രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോഴും സമരം തുടരുകയാണ്. 27 ദിവസമായി നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ട് 27 ദിവസം. രാപ്പകൽ സമരം 65 ദിവസവും. ഈ 65 ദിവസവും 27 ദിവസവും പിന്നിടുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് ഒന്നു തന്നെയാണ്. ഇത്രയും സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ നിരാലംബരായി ഈ തെരുവിൽ അലയുന്നൊരു സാഹചര്യം. ആ തെരുവിൽ അലയുമ്പോഴും അവർക്ക് അനുകൂലമായ ഒരു നടപടിയെടുക്കുവാനുള്ള യാതൊരുവിധ തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ളത്. സമരം വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പൗര സാഗരം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇത്തരം സ്ത്രീപക്ഷ സമരങ്ങളോട്, സ്ത്രീപക്ഷ സമരങ്ങൾ നടക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് നേരത്തെ അറിയാം. പലവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, സംസാരിച്ചതാണ്. പൊമ്പള ഒരുമ അടക്കമുള്ള സമരങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അടക്കം നടന്ന സ്ത്രീപക്ഷ സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. ഇത്രയും ദിവസം 65 ദിവസവും 27 ദിവസവും പിന്നിടുമ്പോഴും ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അതൊന്നു തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. സമരം അതോടൊപ്പം തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ആരംഭിച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നതടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ. ആ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ സമരം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ കോവിഡ് കാലത്തടക്കമുണ്ടായിട്ടുള്ള ആശമാരുടെ സേവനം പല സമയങ്ങളിൽ പോലും മനുഷ്യൻ ചെന്നെത്താൻ മടിച്ചിരിക്കുന്ന, ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന സമയത്തെല്ലാം ആശമാർ ആരോഗ്യ പ്രവർത്തകരായി അവിടെ ഓടുകെത്തുകയും ആശ്വാസത്തിൻ്റെ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇത്തരം ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ, പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ ഓടി നടന്ന ആശമാരോടാണ് ഇന്ന് സർക്കാർ ഈ ക്രൂരത കാണിക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. പൊതുസമൂഹവും അത് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഇവരെ ഇങ്ങനെ തെരുവിൽ വലിച്ചിഴയ്ക്കാതെ, തെരുവിൽ അലയാൻ അനുവദിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരെ അവരുടെ വീടുകളിലേക്ക് എത്തുവാൻ, അവരുടെ വീടുകളിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു. വിഷു ദിനത്തിലും ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണിയൊരുക്കിക്കൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. നിരവധി ആശാപ്രവർത്തകർ, അമ്മമാർ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കണിയൊരുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ ലോക മലയാളികളെല്ലാവരും ഇത്തരം വിഷു ആഘോഷിക്കുമ്പോൾ, കണി കാണുമ്പോൾ, നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ ഈ ആശമാർക്ക് തെരുവിൽ അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർത്തത്. എന്തായാലും സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടരുന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള
ഇടപെടലുകൾ ഉണ്ടാകണം എന്നതാണ് ഈ പൊതുസമൂഹവും പറയുന്നത്. മാത്രമല്ല മറ്റൊന്ന്, ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ്, തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനും അതിനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതെല്ലാം ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഇത്തരം പ്രതിഷേധങ്ങളോട് സർക്കാർ കാണിക്കുന്ന സമീപനങ്ങൾ, ആ സമീപനത്തിന് ജനങ്ങൾ മറുപടി പറയുന്ന ഒരു സമയം വൈകാതെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇത്തരം സമരങ്ങൾ നടക്കുമ്പോഴാണ് PSC ചെയർമാൻ ശമ്പളം കൂട്ടുന്നത്, ആഡംബര ബംഗ്ലാവുകൾ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നത്, ധനകാര്യ വകുപ്പിലെ വാഹനം പുതിയതായിട്ട് മാറുന്നത്, ഇങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തെ ഇങ്ങനെയുള്ള സമരത്തെ അവഗണിക്കുമ്പോൾ ഇങ്ങനെയുള്ള അതിവ്യയം അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം അതിവ്യയങ്ങൾ നടക്കുമ്പോഴാണ് സർക്കാർ ഈ പാവങ്ങളായ ആശമാരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സമീപനവും ചെയ്യുന്നത്. എന്തായാലും സമരം 65 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരാഹാരം കിടക്കുന്ന സ്ത്രീകളാണ്, അമ്മമാരാണ് ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം സർക്കാരും തുടരുകയാണ്, ആരോഗ്യവകുപ്പും തുടരുകയാണ്. അനു. ശരി പ്രശാന്ത്.